Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah, 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 hallelujah. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സർവശക്തനായ കർത്താവിന് മഹത്വം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ വൈകുന്നേരയാമത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കടന്നു വന്ന സർവകൃപാലുവായി ദൈവത്തിൻ്റെ വചനത്തെ അറിയിപ്പാൻ ഒരിക്കൽ കൂടി എൻ്റെ ജീവിതത്തിൽ സ്വർഗമൊരുക്കിയ സാവകാശത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച റോസിൽ സിസ്റ്ററോടും ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിനോടുമുള്ള ആദരവ് ഞാൻ ഈ സമയത്തിൽ ഹൃദയപൂർവ്വം അറിയിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിച്ച് വഴി നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കും സ്നേഹത്തിനുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിക്ക് ചിന്തയ്ക്കാധാരമായി അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദശകലം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 3-ാം വാക്യമാണ്. ആ വാക്യം വായിച്ചു തുടങ്ങിക്കൊണ്ട് ദൈവവചനത്തിലേക്ക് കടപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 45:3 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്നറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തം എൻ്റെ വൃത്തനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിനക്ക് തരും. ഈ വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പ്രവാചകനായ യെശയ്യാവ് കോരസ് രാജാവിനെ കുറിച്ച് കോരസ് ജനിക്കുന്നതിന് മുമ്പ് പ്രവചിച്ച പ്രവചന വേദഭാഗമാണ് നാം വായിച്ചത്. കോരസിനെ കുറിച്ച് ദൈവം പറയുന്ന പദം ഇതാണ്: കോരശന്റെ അഭിഷിക്തൻ, ഞാൻ അവൻ്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുക. അവൻ്റെ മുമ്പിൽ താമ്രകതകൾ തകർക്കപ്പെടേണ്ടതിന്, ഇരുമ്പോടാമ്പലുകൾ ഖണ്ഡിക്കപ്പെടേണ്ടതിന് ഞാൻ അവൻ്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് തമ്പുരാൻ പറയുക, ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഗുപ്ത നിധികളെയും നൽകും. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അവൻ ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും നൽകുന്ന ദൈവമാണ്. തൻ്റെ അഭിഷിക്തന്മാർക്ക് വേണ്ടി, തൻ്റെ ജനത്തിന് വേണ്ടി, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം മറവിടങ്ങളിലെ നന്മകളെ നൽകുന്ന ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം നാം പരിശോധിക്കുമ്പോൾ അറിയാത്ത ഗുപ്തനിധികളെ കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നോഹയുടെ കാലത്ത് ദൈവം വെള്ളത്താൽ ഭൂമിയെ നശിപ്പിക്കുവാൻ പദ്ധതിയിട്ടപ്പോൾ ഭൂമിയിലുള്ള ഭൂതലത്തിലുള്ള സകല മാനവജാതിയും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ ദൈവം ഭൂമിയെ ന്യായം വിധിക്കുവാൻ തീരുമാനമെടുത്തു. അവൻ ദൈവത്തിൻ്റെ നിയമപ്രകാരം, ദൈവം ആമേൻ സ്തോത്രം നോഹയ്ക്ക് കൊടുത്ത നിയമപ്രകാരം അവനൊരു പെട്ടകമുണ്ടാക്കി. 300 മുഴം നീളവും ദൈവം പറഞ്ഞ നിയമപ്രകാരവും ഒരു പെട്ടകമുണ്ടാക്കി. ആ പെട്ടകത്തിന്റെ പണി തീർന്നപ്പോൾ ദൈവം 2 സ്രോതസ്സുകളെ തുറക്കുകയാണ്. ഒന്ന്, ആകാശത്തിന്റെ കിളിവാതിലുകളെ. നോഹയ്ക്കോ തൻ്റെ കൂടെയുള്ള ജനത്തിനോ തന്നിൽ ആശ്രയിച്ച് പെട്ടകത്തിൽ കടന്ന 8 പേർക്കോ ഇതുവരെ ഗ്രഹിക്കാൻ കഴിയാതിരുന്ന ചില വാതിലുകൾ, കിളിവാതിലുകൾ, ആകാശത്തിന്റെ വാതിലുകൾ. വെറും വാതിലെന്നല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, കിളിവാതിലുകളെ ദൈവം തുറന്നു. ആകാശത്ത് നിന്ന് മഴ പെയ്യാൻ തുടങ്ങി. അടുത്ത പദത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ആഴിയുടെ ഉറവുകളൊക്കെയും തുറന്നു. ആമേൻ. ആഴിയുടെ ഉറവുകൾ, അന്ന് വരെ ആരും കേട്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ഇരുട്ടിലെ നിക്ഷേപം. ആ കാലഘട്ടത്തിന് വേണ്ടി, ഒരു ജനതയെ ന്യായം വിധിക്കേണ്ടതിന് വേണ്ടി 2 വിധത്തിലുള്ള ഉറവുകളെ ദൈവം തുറന്നു. ഒന്ന്, ആകാശത്തിന്റെ കിളിവാതിലുകളെ ദൈവം തുറന്നു. 2, ഭൂമിയുടെ ആമേൻ സ്തോത്രം ഒരു ഭാഗമായി, 3-ൽ ആമേൻ സ്തോത്രം വലിയ ഭാഗമായിരിക്കുന്ന സമുദ്രത്തിന്റെ ഉറവുകളെ, അതുവരെ ആരും കാണാത്ത, കേട്ടിട്ടില്ലാത്ത ഉറവുകളെ തമ്പുരാൻ തുറന്നു. ഇന്ന് രാത്രിയും ഞാൻ ആത്മാവിൽ ചിലരെ നോക്കി പ്രവചിക്കട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ചിന്തയ്ക്കോ നിരൂപണത്തിലോ കടന്നു വരാത്ത വഴികൾ എനിക്കും നിനക്കും വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്.
ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, മറവിടങ്ങളിലെ ഗുപ്തനിധികൾ ദൈവം തന്റെ ദാസനായ കോരശന് വെളിപ്പെടുത്തി കൊടുത്ത ദൈവം ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി സ്തോത്രം ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും വെളിപ്പെടുത്തി തരാൻ വിശ്വസ്തനായ ദൈവമാണ്. ശ്രദ്ധിച്ചാട്ടെ, അതുവരെ ആർക്കും കാണാൻ ഗ്രഹിക്കാൻ കഴിയാതിരുന്ന ആഴിയുടെ ആഴങ്ങളിൽ നിന്ന് ഉറവകളെ തുറന്ന ദൈവം. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മറ്റൊരു ദൂത് ഞാൻ അതിൽ ചേർത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു. നോഹയുടെ പെട്ടകം വെള്ളത്തിന്റെ മുകളിലായിരുന്നു, അല്ല, വെള്ളത്തിന്റെ മുകളിലായിരുന്നു എന്നുള്ളത് സത്യം. പക്ഷേ നോഹയുടെ പെട്ടകമായിരുന്നത് ദൈവത്തിന്റെ സ്തോത്രം ദൈവം നിർമ്മിക്കുവാൻ പറഞ്ഞ് കൽപ്പിച്ചു കൊടുത്ത പെട്ടകം വെള്ളത്തിന്റെ മുകളിൽ ആയിരുന്നു എന്നുള്ളത് സത്യമായിരിക്കുമ്പോൾ തന്നെ ദൈവം തുറന്ന ഉറവ സ്തോത്രം അത് ഭൂമിയുടെ ആഴിയുടെ ആഴത്തിൽ നിന്നും ആകാശത്തിൽ നിന്നുമാണ്. അങ്ങനെയെങ്കിൽ നോഹയുടെ പെട്ടകമായിരുന്നത് വെള്ളത്തിന്റെ മുകളിലല്ല, വെള്ളത്തിന്റെ നടുവിലായിരുന്നു. സ്തോത്രം. ഇന്ന് രാത്രിയും പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിന്റെയും നടുവിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ആത്മാവിൽ ഈ ശബ്ദം ഗ്രഹിച്ചു കൊള്ളുക. പ്രതികൂലത്തിന്റെ നടുവിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും ദൈവം സ്തോത്രം അരുളി ചെയ്ത നിയമപ്രകാരവും കണക്കുപ്രകാരമുള്ള പെട്ടകത്തിന്റെ അകത്തളത്തിലാണ് നീയും ഞാനുമെങ്കിൽ എന്നെയോ നിന്നെയോ തൊടുവാൻ ന്യായവിധിയുടെ വെള്ളത്തിന് കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി സ്തോത്രം ചില ഉറവുകളെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർക്ക് വേണ്ടി ഇതുവരെ മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത കൊരിന്ത്യർ ലേഖനം ഇങ്ങനെ വിളിച്ചു പറയുന്നു: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. നിരൂപണങ്ങൾക്കപ്പുറമായി, ചിന്തകൾക്കപ്പുറമായി, ബുദ്ധിക്കതീതമായി എനിക്കും നിനക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം പറഞ്ഞട്ടെ. ഒറീസയുടെ മണ്ണിൽ 20 വർഷമായി ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന എന്നെ ആരും കേരളത്തിൽ സഹായിക്കുവാനില്ലാതിരുന്ന സ്തോത്രം ഒരു എളിയ കർത്തൃദാസനെ 20 വർഷം ദൈവം പോറ്റി പുലർത്തിയത് സ്തോത്രം ആരും എന്നെ കണ്ടിട്ടില്ല. ദൈവം തക്ക സമയങ്ങളിൽ എനിക്ക് വേണ്ടി തുറന്നു തന്ന ഉറവകൾ, ഇതുവരെ ചിന്തിക്കാത്തത്, ഇതുവരെ നിരൂപിക്കാത്തത്, ലോക രാജ്യങ്ങളുടെ ഉറവ്, പട്ടണങ്ങളുടെ ഉറവ്, സ്തോത്രം അല്ലലിയ മറഞ്ഞു കിടന്ന ഉറവുകൾ തുറന്നു തന്നത് കൊണ്ടാണ് ഇന്ന് രാത്രിയും ഞാൻ ആത്മാവിൽ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ മേൽ അസാധാരണമായ ദൈവത്തിന്റെ കൃപ വെളിപ്പെടാൻ പോകുക. സമുദ്രത്തിന്റെ ആഴിയുടെ ഉറവകൾ തുറന്ന നോഹയെ സ്തോത്രം തന്റെ ജനത്തെയും സ്തോത്രം ഉയർത്തുവാൻ ലോകത്തിലുള്ള സകല ജനതകളും പാപം ചെയ്ത് തേജസ് നഷ്ടപ്പെടുത്തിയവരെ ന്യായവിധിയുടെ വെള്ളം മുക്കിക്കളഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതേ വെള്ളം തന്നെ നോഹയും തന്റെ ജനത്തെയും ഉയർത്തിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, സ്തോത്രം ചിലതിന്റെ ജീവിതത്തിൽ നിങ്ങളെ ഉയർത്തുന്ന, നിങ്ങളെ ശക്തീകരിക്കുന്ന, നിങ്ങളുടെ തലമുറകളെ ഉയർത്തുന്ന വചനം ഇങ്ങനെ പറയുന്നു: അവൻ എന്റെ കാലുകളെ കലവൻ പാടയ്ക്ക് തുല്യമായി ഗിരികളിൽ നിർത്തുമാറാക്കുന്നു. മോശെ സ്തോത്രം നോഹ നിർമ്മിച്ച പെട്ടകം 120 വർഷം പ്രസംഗിച്ച നീതി പ്രസംഗിയായ നോഹ നിർമ്മിച്ച പെട്ടകം, ആ പെട്ടകത്തിന്റെ പ്രത്യേകത സ്തോത്രം ഹല്ലേലൂയ, ആഴിയുടെ ഉറവകൾ തുറന്നു, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് ഉയർന്ന വെള്ളത്തിന്റെ മുകളിലൂടെ ആ പെട്ടകം യാത്ര ചെയ്ത് അത് എത്തേണ്ട അടുത്തെത്തി. എവിടെയെന്ന് ചോദിച്ചാൽ ലോകത്തിൽ ഏറ്റവും വലിയ പർവ്വതങ്ങളിൽ ഒന്നായ അരാരാത്ത് പർവ്വതത്തിന്റെ മുകളിൽ ആ പെട്ടകം ഉറച്ചെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ചിലതിനെ നോക്കി ദൂത് പറയട്ടെ. ആകാശത്തിന്റെ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം കിളിവാതിലുകളെ തുറന്നുകൊണ്ട് ന്യായവിധിയുടെ വെള്ളം ദൈവം അഴിച്ചുവിട്ടപ്പോൾ, ആഴിയുടെ ഉറവുകൾ തുറന്നുകൊണ്ട് ന്യായവിധിയുടെ ദൈവം വെള്ളം ഒഴുക്കിവിട്ടപ്പോഴും സ്തോത്രം അതിന്റെ മുകളിൽ 365 ദിവസം അലഞ്ഞു നടന്ന നോഹയും തലമുറകളും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്കറിയത്തില്ല. പ്രതികൂലത്തിന്റെ വെള്ളത്തിന്റെ മുകളിലൂടെ ആ പെട്ടകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ പെട്ടെന്ന് ഒരു കിഴക്കൻ കാറ്റടിക്കുക. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ ഒരു കിഴക്കൻ കാറ്റ്, ശക്തിയേറിയ കിഴക്കൻ കാറ്റടിപ്പിച്ചു. ആ കിഴക്കൻ കാറ്റടിക്കുമ്പോൾ നോക്കണമേ, ഈ നോഹയും 8 ജനവും പെട്ടകത്തിന്റെ അകത്തിൽ 300 മുഴം നീളവും
ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. 30 മുഴം ഉയരവും 50 മുഴം വീതിയും മാത്രമുള്ള ഈ പെട്ടകം, ഇതിന്റെ അകത്തുള്ള മൃഗാദികൾ, പക്ഷിമൃഗാദികൾ ഇതെല്ലാം ഇതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഈ പെട്ടകം, ആമേൻ, സ്തോത്രം, ഇതുവരെ വെള്ളത്തിന്റെ മുകളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. പക്ഷേ അസാധാരണമായ ഒരു കാറ്റ് ദൈവം അതിനെ നേരെ അടിപ്പിച്ചപ്പോൾ അതിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കണം. ആമേൻ, സ്തോത്രം, പണ്ടത്തേതിനേക്കാൾ പ്രശ്നത്തിലേക്ക് ആമേൻ ഈ പെട്ടകം നീങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ പെട്ടകത്തിലുള്ള നോഹയ്ക്ക് അറിയത്തില്ലെങ്കിലും ആമേൻ ഈ കാറ്റിനെ നിയന്ത്രിക്കുന്ന സർവശക്തൻ അറിയാം. ഈ പെട്ടകം ആമേൻ ഉറയ്ക്കാൻ പോകുന്നത് ഏറ്റവും ഉയരത്തിലുള്ള പർവ്വതത്തിന്റെ മുകളിലാണ്. ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആമേൻ ഷൈനു സൈമൺ, നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ, സ്തോത്രം, മുമ്പെങ്ങും ഇല്ലാതിരുന്ന ഒരു പ്രതികൂലം, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവനെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു. ആമേൻ, ഈ സ്തോത്രം, ഈ കാറ്റ് നിന്നെ തകർത്തു കളയുവാനല്ല, ഈ കാറ്റ് നിന്നെ തകർത്തു കളയുവാനല്ല, നിന്നെ എത്തേണ്ടിടത്ത് എത്തിക്കാൻ, ആമേൻ, നിന്നെ ഉറപ്പിക്കേണ്ടിടത്ത് ഉറപ്പിക്കാനെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തിയോടെ ദൂത് പറയുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. യാക്കോബിനോട് പ്രവചിച്ച ഒരു പ്രവചന ശബ്ദമുണ്ട്. ഇപ്പോഴോ യാക്കോബിനെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിനെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നീ തീയിലൂടെ നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ സ്തോത്രം ദഹിപ്പിക്കത്തില്ല, പെരുവെള്ളം നിന്റെ മീതെ കവിയത്തില്ല. സ്തോത്രം, വിളിച്ചവൻ വിശ്വസ്തനാണ്, വിളിച്ചവൻ വിശ്വസ്തനാണ്. ഇന്ന് രാത്രിയും ആരൊക്കെ കൈവിട്ടാലും, ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും, ആരൊക്കെ നിന്നെ 7 ഇരട്ടി തീച്ചൂടെ ആമേൻ, സ്തോത്രം, അഗാധ തലത്തിലേക്ക് ഇട്ടെന്ന് പറഞ്ഞാലും തീയിലിടുന്നത് തമ്പുരാൻ ആമേൻ, സ്തോത്രം, തടയത്തില്ല. പക്ഷെ തീയുടെ ബലത്തെ ദൈവം കെടുത്തും. ഇന്ന് രാത്രി ആരെങ്കിലും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, വെള്ളത്തിന്റെയും തീയുടെയും അനുഭവത്തിലൂടെയാണ് ഇന്ന് രാത്രി കടന്നു പോകുന്നെങ്കിൽ അതിന്റെ ഉള്ളിൽ മറച്ചു വച്ചിരിക്കുന്ന ദൈവിക നന്മകൾ, ആണിയുടെ ഉറവകളിൽ ദൈവം തുറന്നത് തന്റെ ജനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇന്ന് രാത്രിയും ദൈവത്തിന്റെ പ്രവൃത്തിയും മഹത്വം വെളിപ്പെടാൻ പോകുക. കോരസിനോട് തമ്പുരാൻ പറഞ്ഞ പദം, ഞാൻ നിനക്ക് എന്തു തരും? ഇരുട്ടിലെ നിക്ഷേപം, ഇരുട്ടിലെ നിക്ഷേപം, മറവിടങ്ങളിലെ ഗുപ്തനിധി. ആമേൻ, സ്തോത്രം, എന്നെ കേൾക്കുന്നവരാ പദം ഒന്ന് പറഞ്ഞാട്ടെ. ഇരുട്ടിലെ നിക്ഷേപം, ഇരുട്ടിലെ നിക്ഷേപം. ഇരുട്ട് എല്ലാവരും ഭയപ്പെടുന്നതാണ്, വെളിച്ചം എല്ലാവരും ആഗ്രഹിക്കുന്നു. കർത്താവ് തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞ ഒരു പദമുണ്ട്, സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു, ഇരുളോ അതിനെ കീഴടക്കിയില്ല. ആമേൻ, സ്തോത്രം, ആർക്കും കീഴടക്കാൻ കഴിയാത്ത സത്യ വെളിച്ചമാണ് കർത്താവ്. അവനാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ തമ്പുരാൻ ഈ ലോകത്തിൽ ആമേൻ, സ്തോത്രം, തന്റെ വലിയ പ്രവർത്തികളെല്ലാം ചെയ്തത് ഇരുട്ടിലാണ്. ആമേൻ, സ്തോത്രം, തന്റെ മഹത്വകരമായ ക്രിയേഷനുകൾ, സൃഷ്ടിപ്പുകൾ എല്ലാം ഈ ഭൂതലത്തിൽ ദൈവം ചെയ്തത് വെളിച്ചത്തിലല്ല, ഇരുട്ടിലത്രേ. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ആമേൻ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം പഠിക്കുമ്പോൾ ആദിയിൽ ആമേൻ, സ്തോത്രം, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആമേൻ, ഭൂമി ശൂന്യവും പാഴുമായി തീർന്നു. ആമേൻ, സ്തോത്രം, ശ്രദ്ധിക്കണം. ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി ശൂന്യവും പാഴുമായി തീർന്നു. ആഴത്തിന്റെ മേൽ ഇരുളുണ്ടായിരുന്നു. ഇതെല്ലാം നെഗറ്റീവാ, ഇരുള് മൂടിക്കിടക്കുക. പക്ഷേ ഇന്ന് രാത്രി ശ്രദ്ധിച്ചോ, ആമേൻ, അടുത്ത പദത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക, എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇന്ന് രാത്രി ആരൊക്കെയോ ഇരുളിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഇല്ലായ്മയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, ആമേൻ, സ്തോത്രം, ഇരുട്ടിന് ആമേൻ ഡെഫിനിഷൻ എന്താണെന്നറിയാമോ? എന്തെങ്കിലും ഇല്ലാത്ത അവസ്ഥയാണ്, വെളിച്ചം ഇല്ലാത്ത അവസ്ഥയാണ് ആമേൻ ഇരുട്ടെന്ന് പറയുന്നത്. വെളിച്ചത്തെ അളക്കാൻ പറ്റും, വെളിച്ചത്തെ തൊടാൻ പറ്റും, വെളിച്ചത്തിന് വേഗതയുണ്ട്. പക്ഷെ ഇരുട്ടിനെ അളക്കാൻ പറ്റത്തില്ല, ഇരുട്ടിന്റെ വേഗത പ്രസ്താവിക്കാൻ പറ്റത്തില്ല. കാരണം ആമേൻ, സ്തോത്രം, ഇരുട്ടിന്റെ പ്രത്യേകത വെളിച്ചം ഇല്ലാത്ത അവസ്ഥയാണ് ഇരുട്ട്. പക്ഷേ ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ പ്രിയരെ. ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് ആമേൻ, സ്തോത്രം, വെള്ളത്തിന്മേൽ പരിവർത്തിച്ചത് എപ്പോഴാണ്? ഇരുട്ട് മൂടിക്കിടന്ന, ശൂന്യമായി കിടന്ന, പാഴായി കിടന്ന ഭൂമിയുടെ മേൽ പരിവർത്തിക്കാൻ തുടങ്ങിയ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ലിനു ജോർജ്, ദൈവാത്മാവ് അങ്ങയോട് പറയുന്നു, സ്തോത്രം, വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. അങ്ങയുടെ ജീവിതത്തിന് ചുറ്റും ആമേൻ, സ്തോത്രം, മൂടി നിൽക്കുന്ന ഇരുട്ട് അങ്ങയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ തടസ്സമല്ല.
റിബാലെ ഷേഖേനി അന്തര റിബൽ ഘടകമന ഘടകസ്യ അന്തര ജഗൽ ഘടകമന. ഇരുട്ടിന്റെ ശക്തികളെ ശാസിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി വെളിപ്പെട്ടു വരികയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, മറവിടങ്ങളിലെ ഗുപ്തനിധികളും വെളിപ്പെടുത്തി തരുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരം ഇനി ഫേസ്ബുക്ക് ഐ ഡി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയവരുടെ കരത്തിലേക്ക് സ്തോത്രം ഈ ലോകം മുഴുവൻ അതിന്റെ സ്തോത്രം ഹല്ലേലൂയ കൂരിരുട്ട് ജാതികളുടെ മേൽ സ്തോത്രം വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, യുദ്ധങ്ങളും യുദ്ധശ്രുതികളെയും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രതിസന്ധികളും മഹാമാരികളും ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവസഭയോട് ദൈവത്തിനൊരു ദൂത് പറയാനുണ്ട്. ഞാൻ എന്റെ പ്രവൃത്തി ഈ ഇരുളിൽ വെളിപ്പെടുത്താൻ പോകുക, ഈ യുദ്ധത്തിൽ വെളിപ്പെടുത്താൻ പോകുക, ഈ പ്രതിസന്ധിയിൽ വെളിപ്പെടുത്താൻ പോകുക. വിശ്വസിക്കുന്നവർ കർത്താവിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ പ്രിയരേ. ഹല്ലേലൂയ. In the mighty name of Jesus. ദൈവം ഭൂമിയെ, ശൂന്യം പാടുമായിരുന്ന ഭൂമിയെ അതിന്റെ പൂർണ്ണതയിലേക്ക് നടത്തിയത് ഇരുട്ടിലാണ്. അവന്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു ഇരുട്ടുമില്ല. സ്തോത്രം. ഇരുട്ട് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഇരുട്ടുള്ളപ്പോൾ ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു ശബ്ദം, വെളിച്ചം ഉണ്ടാകട്ടെ. ഒരൊറ്റ ശബ്ദം പുറപ്പെട്ട മാത്രയിൽ ഇരുൾ ഓടി മറഞ്ഞു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, സാത്താനോട് എതിർത്ത് നിൽക്ക. യാക്കോബിന്റെ ലേഖനം വിളിച്ചു പറയുന്നു, സാത്താനോട് എതിർത്ത് നിൽക്ക. അവൻ നിങ്ങളെ വിട്ട് പതിയെ നടന്നു പോകുമെന്നല്ല, അവൻ നിങ്ങളെ വിട്ട് ഞൊണ്ടി നടന്നു പോകുമെന്നല്ല, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അലറി നിൽക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികളെ വചനം കൊലോസ്യ ലേഖനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ച സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ച ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചവൻ ഇന്ന് രാത്രി വെളിച്ചം ഉദിക്കുമ്പോൾ തന്നെ ഇരുൾ ഓടി മറയുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ തേജസ് വ്യാപരിക്കുന്നു. വചനത്തിന്റെ പ്രത്യേകത, അവൻ ഇരുവായിട്ടുള്ള യദുവാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും ആത്മാവിനെയും സന്ധിവഞ്ചകളെയും വേർപെടുത്തും വരെ കടന്നു ചെല്ലുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ചില ഇരുട്ടുകളെ സ്തോത്രം. അതുകൊണ്ട് തന്നെ ദാവീദ് സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, പുക പതറിക്കുന്ന പോലെ അവനെ പതറിക്കുന്നു, തീയങ്കൽ മെഴുകുരുക്കുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവ സന്നിധിയിൽ നശിക്കുന്നു. ഇരുട്ടിന്റെ അധികാരങ്ങളെ ഇന്ന് രാത്രി ആത്മാവിൽ ശാസിക്കുന്നു. ദൈവസഭയുടെ മേൽ അധികാരം ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് റിലീസ് ചെയ്യുന്നു. ദൈവ പ്രവൃത്തികൾ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കർണപുടങ്ങളിൽ വെളിപ്പെടുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിലും അത് വിടുതലായി സംഭവിക്കട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഭൂമിയുടെ സൃഷ്ടിപ്പിൽ തമ്പുരാൻ ഇരുട്ടിൽ പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് രാത്രിയും നിങ്ങൾക്ക് വേണ്ടി മറവിടങ്ങളിലെ ഗുപ്തനിധികൾ, ഇരുട്ടിലെ നിക്ഷേപങ്ങൾ വെളിപ്പെടുത്തി തരാൻ ദൈവം ശക്തനാ. ഏത് പട്ടണത്തിലാണോ, ഏത് ഗ്രാമത്തിലാണോ തമ്പുരാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്, ഇരുട്ട് മൂടിക്കിടക്കുന്നത്, ഇരുട്ടിന് നോക്കി പരാതി പറയരുത്. ആ ഇരുട്ടിന്റെ ഉള്ളിൽ മറച്ചു വെച്ചിരിക്കുന്ന ദൈവിക നന്മകൾക്ക് സ്തോത്രം ചെയ്യുക. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. റിബാല ഘടകശന്തര. കാരണം പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു ഇരുട്ടുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ദൈവം ആദ്യമ പുരുഷനായ ആദമിനെ സൃഷ്ടിച്ചു. സ്തോത്രം. സ്വരൂപത്തിലും സ്വാദർശത്തിലും 2-ാം അധ്യായത്തിൽ ദൈവം ആദമിനെ സൃഷ്ടിച്ചു. പക്ഷേ അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട് ദൈവം എന്താ ചെയ്തത്? അവനൊരു ഗാഢനിദ്ര കൊടുത്തു, അവനൊരു ഉറക്കം കൊടുത്തു, അവനൊരു ഇരുട്ട് കൊടുത്തു, അവനൊരു ഇരുട്ട് കൊടുത്തു. ദൈവം പ്രവർത്തിക്കുന്നതെല്ലാം ഇരുട്ടിലാണ്. വലിയ ദൈവ പ്രവർത്തികൾ, വലിയ മഹത്വങ്ങൾ എല്ലാം വെളിപ്പെടുത്തിയത് ഇരുട്ടിലാണ്. അവനെ ഉറക്കി. അവന്റെ ജീവിതം ഇപ്പോൾ അന്ധകാരപൂർണമാ. പക്ഷെ അവനെ ഉറക്കിയ ശേഷം അവന്റെ വാരിയലുകളിൽ ഒന്നെടുത്ത് അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ചില അലയടിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളുടെ മധ്യയിൽ നിനക്കും എനിക്കും വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാമേ പറഞ്ഞാട്ടെ. തലമുറകളെ ഓർത്ത് കരയുന്ന ചില അമ്മമാരെ ഇന്ന് രാത്രി പരിശുദ്ധാത്മ വിവേചിക്കുന്നു. തലമുറകളെ ഇരുൾ വിഴുങ്ങുമോ എന്ന് ഭയപ്പെടുമ്പോൾ ഈ ഇരുളിന്റെ മധ്യേ ഞാൻ അവനിൽ നിന്ന് ചിലത് പുറത്തെടുക്കും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ഈ മീറ്റിംഗിന്റെ സ്തോത്രം അധ്യക്ഷയോട് പരിശുദ്ധാത്മ പറയുന്നു, തലമുറയെ കുറിച്ച് ദൈവത്തിനൊരു വലിയ പദ്ധതിയോ ഉള്ളത്. ഒരു ശത്രുമണ്ഡലത്തിനും അതില്ലാതാക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ അത്യന്ത ശക്തി ആ തലമുറയിലേക്ക് വെളിപ്പെട്ട് സ്തോത്രം അഭിഷേകത്തിന്റെ ഇരട്ടി പങ്കുമായി ആ തലമുറയും എഴുന്നേറ്റ് വരുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തിയോടെ ദൂത് പറയുന്നു. വിശ്വസിക്കുന്നവർ
കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഓ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ പ്രിയരെ, ആദാമിന്റെ ജീവിതത്തിൽ ഒരു ഇരുട്ട് നൽകി, അവനൊരു ഉറക്കം കൊടുത്തു, അവന്റെ ഉള്ളിൽ നിന്ന് ഹവ്വയെ പുറത്തെടുത്തു. അവന് പോലും അറിയത്തില്ലായിരുന്നു അവന് പറ്റിയ തുണ അവന്റെ ഉള്ളിലുണ്ടെന്ന്. പക്ഷേ അവന്റെ ജീവിതത്തിൽ കടന്നു വന്ന ഒരു അന്ധകാരം അവനിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായതിനെ പുറത്തെടുത്തെങ്കിൽ ഈ മഹാമാരിയും ഈ പ്രതിസന്ധികളും ഈ യുദ്ധത്തിന്റെ കോലാഹലവും ദൈവസഭയെ തകർക്കത്തില്ല, അഭിഷക്തന്മാരെ ഇല്ലാതാക്കത്തില്ല. അവരിൽ നിന്ന് ചിലത് ജനിക്കാൻ പോകുക. അഭിഷേകം, അഭിഷേകത്തിന്റെ ഉന്നത തലങ്ങൾ കേവലം പ്രസംഗ പീഠങ്ങൾ മാത്രമായി കേരളത്തിലെ ശുശ്രൂഷ പ്ലാറ്റ്ഫോമുകൾ ഒതുങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ദൂത് പറയുക. അഭിഷേകത്തിന്റെ കൃപാവരത്തിന്റെ ജ്വലനം വെളിപ്പെടുന്ന പ്ലാറ്റ്ഫോമുകൾ സ്തോത്രം ഈ നാളുകളിൽ ദൈവം ക്രിയേറ്റ് ചെയ്യാൻ പോകുക. ഈ ഇരുട്ടിന്റെ അനുഭവങ്ങളിൽ ദൈവം കടത്തിവിട്ടത് എന്തെന്നറിയാമോ? തന്റെ സഭയെ നടത്തിവിട്ടതെന്നറിയാമോ? ചില പ്ലാറ്റ്ഫോമുകൾ അല്പകാലത്തേക്ക് ഇരുള് മൂടിക്കിടന്ന് എന്തെന്നറിയാമോ? ദൈവം ഇനി അഭിഷിക്തന്മാരെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്ന ഒരു സമയമാണ്. ഇതുവരെ ലോകം കാണാത്ത അത്ഭുത പ്രവൃത്തികൾക്കായി മരിച്ചവരെ ഉയർപ്പിക്കുവാൻ. ഇന്ന് രാത്രി ഞാനല്ല പറയുന്നത്, എനിക്കറിയാം ആത്മാവ് പറയുന്നത്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചില പ്ലാറ്റ്ഫോമുകളെ ഒരു കാലത്തേക്ക് ഇരുള് മൂടിയെങ്കിൽ അതിന്റെ ഉള്ളിൽ ചില അഭിഷിക്തന്മാരെ സ്വർഗം പണിതെടുക്കുക. ഇതുവരെ കാണാത്ത ആത്മശക്തിയോടെ പറഞ്ഞാട്ടെ പ്രിയരേ. ഇരുട്ടിൽ പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് രാത്രി എനിക്കും നിനക്കും വേണ്ടി പ്രവർത്തിക്കുക. സ്തോത്രം. ആടിയുടെ ഉറവകൾ തുറന്ന ദൈവം, അവൻ വടക്ക് നിന്ന് തുറക്കും, അവൻ തെക്ക് നിന്ന് തുറക്കും, അവൻ പടിഞ്ഞാറ് നിന്ന് തുറക്കും, അവൻ കിഴക്ക് നിന്ന് തുറക്കും, അവൻ ഉയരത്തിൽ നിന്ന് തുറക്കും, അവൻ അടിയിൽ നിന്ന്. സ്തോത്രം. ഏത് മേഖലയിലാണോ അവൻ ആടിയുടെ നന്മകളാണോ നിന്റെ കയ്യിലേക്ക് കടന്നു വരേണ്ടത്, അതെത്തിക്കുവാൻ ഉഷസിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താലും നിനക്ക് വേണ്ട കരുതലുകളെ വെളിപ്പെടുത്തി തരാൻ എന്റെ ദൈവം ശക്തൻ. ആ മഹാദൈവത്തിനൊരു നന്ദി പറഞ്ഞാട്ടെ. നാം സേവിക്കുന്ന ദൈവം സ്തോത്രം. ഹല്ലേലൂയ. ജീവനുള്ള ദൈവം. കരയും കടലിനെ മെനഞ്ഞവൻ. സ്തോത്രം. ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നവൻ. പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകളെ തുലാസിലും തൂക്കി നോക്കുന്ന സർവശക്തി ഉള്ള ദൈവം. നിങ്ങളുടെ ഹൃദയങ്ങളെ മെടഞ്ഞ ദൈവം ഇന്ന് രാത്രി ഹൃദയങ്ങളെ വിവേചിച്ചു പറയുക. ചില ഇരുളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നത് അത് നാശത്തിനല്ല, അതിന്റെ മധ്യ ഇരുളിലെ സ്തോത്രം ഗുപ്ത നിധികളെ വെളിപ്പെടുത്തി തരുമെന്ന് പരിശുദ്ധാത്മ ശക്തിയോടെ ദൂത് പറയുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഇന്ത്യൻ സഭ കാണാത്ത ചില നിധികൾ, ഇരുട്ടിലെ നിധികൾ ഈ COVID-19 ദൈവം എഴുന്നേൽപ്പിച്ചു. പ്രിയ അഭിഷേകത്തേക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ശക്തിയോടെ സ്തോത്രം ഹല്ലേലൂയ ദൈവരാജ്യത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന ഒരു അഭിഷേകത്തെ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ, ഈ COVID-19 കാലഘട്ടത്തിൽ ഈ മീറ്റിംഗിൽ എഴുന്നേൽപ്പിച്ചല്ലോ. അനേകർ ദൈവം എഴുന്നേൽപ്പിക്കുക. ഈ ഇരുട്ട് നാശത്തിനായിട്ടല്ല, ചില ഗുപ്തനിധികളെ സ്വർഗം വെളിയിൽ കൊണ്ടുവരുന്ന ഇരുട്ടെന്ന് തിരിച്ചറിഞ്ഞ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അബ്രഹാമിന്റെ ജീവിതം സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അബ്രഹാം ദൈവത്തോട് പരിതപിക്കുന്ന ഒരു പരിതാപമുണ്ട്. എന്റെ ദാസനായ ഏലിയാസറല്ലോ എന്റെ അവകാശി. സ്തോത്രം. നീ എനിക്കൊരു അവകാശിയെ തന്നില്ലല്ലോ എന്ന് വിലാപിക്കുമ്പോൾ അവന് തമ്പുരാൻ വിളിച്ചുകൊണ്ട് സ്തോത്രം അവനായിരുന്ന കൂടാരത്തിന്റെ വെളിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവനോട് പറഞ്ഞു, നോക്ക്, എണ്ണാമെങ്കിൽ എണ്ണിക്കോ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ മണൽപ്പുറത്തെ മണൽത്തരി പോലെ ഞാൻ നിനക്ക് തലമുറകളെ തരും. എന്നാൽ അതിനു മുമ്പ് എനിക്ക് നിനക്കും മധ്യേ ഒരു ഉടമ്പടി ഉണ്ടാക്കാനുണ്ട്. എന്താണ് ഉടമ്പടി എന്ന് ശ്രദ്ധിച്ചാട്ടെ. 3 വയസ്സ് പ്രായമുള്ള ഒരു കാളക്കുട്ടി, 3 വയസ്സ് പ്രായമുള്ള ഒരു ആട്ടുകൊറ്റൻ, ഒരു കുറുപ്രാവ്, പ്രാവിൻ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടുവന്ന് അതിനെ ഖണ്ഡമായി ഖണ്ഡിച്ചിട്ട് അതിന്റെ നടുവിലൂടെ സ്തോത്രം വലിയവനല്ല ചെറിയവൻ നടക്കണം. അതൊരു ഉടമ്പടിയാണ്. ആരെങ്കിലും കവനന്റ് തെറ്റിച്ചു കഴിഞ്ഞാൽ, ഉടമ്പടി തെറ്റിച്ചു കഴിഞ്ഞാൽ അവനെ ആ തീയിൽ സ്തോത്രം ഭസ്മീകരിച്ചു കളയണം. അതാണ് ഉടമ്പടിയുടെ നിയമം. ശ്രദ്ധിക്കണമേ. വൈകുന്നേരമായപ്പോൾ അബ്രഹാം തമ്പുരാൻ പറഞ്ഞതുപോലെ ചെയ്തു. 3 മാസം പ്രായമുള്ള ഒരു കാളക്കുട്ടിയെ, അതുപോലെ തന്നെ സ്തോത്രം, ഒരു ആട്ടുകൊറ്റനെ, ഒരു പ്രാവിൻ കുഞ്ഞിനെ, പ്രാവിൻ കുഞ്ഞിനെ അവൻ കീറിയില്ല, പക്ഷെ ഇത് രണ്ടിനെ പിളർന്നവൻ വെച്ചു. എന്നിട്ട് അതിന്റെ മധ്യയിലൂടെ അബ്രഹാം അല്ല നടക്കുന്നത്, സ്തോത്രം, ദൈവം തന്നെ നടക്കുക. ദൈവം പറഞ്ഞ എന്നറിയാമോ? അബ്രഹാമേ, നിനക്കും നിന്റെ സന്തതിക്കും ഈ കവനന്റെ ഉടമ്പടി പൂർത്തീകരിക്കാൻ കഴിയത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് കഴിയുമട.
നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, അവൻ ആ പാളിക്കത്തുന്ന തീയിലൂടെ നടന്നെന്ന് പറഞ്ഞാൽ കാൽവരിയുടെ കൊലക്കളത്തിൽ കോപത്തിന്റെ തീയിൽ വെന്തരിഞ്ഞ ദൈവപുത്രൻ തന്നെത്താൻ സമ്മതിക്കുന്ന ഒരു ഉടമ്പടിയായിരുന്നത്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഓ ഹല്ലേലൂയ. അവൻ ഉടമ്പടിയുടെ തീയുടെ മധ്യത്തിലൂടെ അവൻ നടന്നു കഴിയുമ്പോൾ, ആ പാളിക്കത്തുന്ന തീ അവൻ കടന്നുപോയപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുക, അബ്രഹാമിന്റെ മേൽ വലിയൊരു ഇരുട്ട് വീണു. ഭയം അവനെ പിടിച്ചു. സ്തോത്രം. അവനൊരു വലിയ ഇരുട്ടിലേക്കായി. സ്തോത്രം. അന്ധകാരവും മേഘവും നിഴലിട്ടു. സ്തോത്രം. അവനൊരു ഗാഢനിദ്ര വന്നു. അവന്റെ ജീവിതം മുഴുവൻ ഇരുട്ടിലായ ഒരു സന്ദർഭത്തിലേക്ക് കടന്നുപോയി. പക്ഷേ ആ ഇരുട്ടിൽ സ്വർഗം അവനോട് സംസാരിക്കാൻ തുടങ്ങി. അബ്രഹാമേ, അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കും. അവർക്ക് സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അവർ അടിമവേല ചെയ്യും. പക്ഷേ അവിടെ നിന്ന് മടങ്ങി വരും വലിയ സമ്പത്തോടുകൂടി. സ്തോത്രം. അബ്രഹാം വാഗ്ദത്തം പ്രാപിച്ചത് വിശ്വാസത്താൽ, വാഗ്ദത്തം പ്രാപിച്ചത് ഒരു ഗാഢനിദ്രയില, ഒരു ഇരുട്ടില. അവന്റെ ജീവിതത്തിൽ തലമുറ 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 നിൽക്കുന്ന അനുഗ്രഹം അബ്രഹാമിന്റെ അനുഗ്രഹമല്ലയോ നമ്മുടെ മേലും വന്നത്? ക്രിസ്തേശുവിലൂടെ ഈ അനുഗ്രഹം അബ്രഹാം പ്രാപിച്ചത് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും ഇരുൾ മൂടിയ യാമത്തിലാണെങ്കിൽ, ഇന്ന് രാത്രി ആരെങ്കിലും ഇരുൾ മൂടിയ യാമത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ പതരരുത്, ഭയപ്പെടരുത്. ഇതിന്റെ മധ്യയും ദൈവം നിന്നോട് ചിലത് സംസാരിക്കും. നിന്നെ കുറിച്ച്, നിന്റെ തലമുറകളെ കുറിച്ച്, നിന്റെ ദേശത്തെ കുറിച്ച്, നിന്റെ മിനിസ്ട്രിയെ കുറിച്ച് സ്വർഗം ഇതുവരെ ആർക്കും വെളിപ്പെടുത്തി തരാത്തത് ഈ കാലഘട്ടത്തിന് വേണ്ടി ദൈവിക മർമ്മങ്ങൾ, ദൈവിക വെളിപ്പാടുകൾ ഒരു കൂട്ടം തലമുറയ്ക്ക് കൈമാറാനുള്ള ദൈവത്തിന്റെ നിങ്ങൾ വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തോത്രം പറഞ്ഞാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇരുളോ സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇരുളോ അതിനെ കീഴടക്കിയില്ല. തമ്പുരാൻ എല്ലാ പ്രവർത്തികളും മഹത്വകരമായ പ്രവൃത്തി, ഗ്ലോറിയസ് വർക്ക് ഓഫ് ഗോഡ് ഹാപ്പൻ ഇൻ ഡാർക്ക്നെസ്. ഇന്ന് രാത്രി ആ വചനം എഴുതിയിരിക്കുന്നു, സൂര്യൻ അസ്തമിച്ച ശേഷം ഇതാ പുകയെന്ന തീ. സ്തോത്രം. ആ വാക്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമിന്റെ മേൽ ഇരുൾ നേരിട്ടു, അവനൊരു ഗാഢനിദ്ര വീണു. ആ നിദ്രയിൽ സ്വർഗം അവനോട് സംസാരിച്ചെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുക, അലമാരയിൽ ഷെൽഫിൽ വെച്ചിരിക്കുന്ന ഒരു വിത്ത്, പയർമണിയാകട്ടെ, സ്തോത്രം. ആ വിത്ത് എന്തെങ്കിലും ബീൻസിന്റെ പയർമണിയാകട്ടെ, അത് സ്തോത്രം ഒരു ഷെൽഫിൽ ഇരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. സ്തോത്രം. അതൊരിക്കലും ഫലം പുറപ്പെടുവിക്കത്തില്ല. പക്ഷെ ആ വിത്തിനെ മണ്ണിൽ കുഴിച്ചിട്ടാൽ, മണ്ണിൽ കുഴിച്ചിട്ടാൽ ഇരുട്ടിലേക്ക് അതിനെ ഇട്ടാൽ സ്തോത്രം. ഇതൊരു പ്രോസസ്സാണ്. അല്പ ദിവസം കഴിയുമ്പോഴേക്കും ആ ഇരുട്ട് അതിനെ മൂടിക്കളയത്തില്ല. ഇരുട്ടിനെ പിളർന്നുകൊണ്ട് മണ്ണിനെ വിഭജിച്ചുകൊണ്ട് ആ വിത്ത് പൊട്ടി കിളിർത്തു വരും. ഇന്ന് രാത്രി ചിലതിനെ ദൈവം പുറത്തെടുക്കുന്ന രാത്രിയാണ്. യേശുവിന്റെ നാമത്തിൽ സെലിൻ ജോസ്, യേശുവിന്റെ നാമത്തിൽ സെലിൻ ജോസ്, പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കുടുംബത്തിൽ ചിലതിനെ ദൈവം അതുപോലെ പുറത്തെടുക്കാൻ പോകുക. അവരിൽ വീണിരിക്കുന്ന വിത്തുണ്ട് കേട്ടോ, വചനത്തിന്റെ വിത്ത്. പരിശുദ്ധാത്മാവ് പറയുന്നു, അത് തക്ക സമയത്ത് പുറത്ത് വരിക തന്നെ ചെയ്യോ. ദൈവവചനത്തിന്റെ പ്രത്യേകത കെടാത്തതും സ്തോത്രം ജീവനുള്ളതല്ല. ദൈവത്തിന്റെ വചനം അത് വിത്താണ്. ഇന്ന് രാത്രി ആ വിത്ത് നിന്നിൽ വീണിട്ടുണ്ടെങ്കിൽ തക്ക സമയത്ത് അത് പുറത്ത് വരിക തന്നെ ചെയ്യും. ഒരു ശക്തിക്കോ നിന്റെ കഴിവില്ലായ്മയ്ക്കോ നിന്റെ സ്തോത്രം സാമ്പത്തിക സ്തോത്രം സർക്കംസ്റ്റാൻസിനോ നിന്റെ പരിസ്ഥിതികൾക്കോ ഒന്നും അതിനെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. സ്വർഗം വലിയ പ്രവൃത്തികൾ ഇരുട്ടിൽ വെളിപ്പെടുത്തുക. നിങ്ങൾ ശ്രദ്ധിക്കുക, 2019 മുതൽ തുടങ്ങിയ COVID-19 പ്രതിസന്ധികളും സ്തോത്രം സഭയെ തകർക്കുകയല്ല ചെയ്തത്, വളർത്തേണ്ടവരെ ദൈവം വളർത്തി. ലോക രാജ്യങ്ങളിൽ ദൈവം എത്തിച്ചു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ സ്വർഗത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഓ നോഹയുടെ കാലത്ത് ഉയർന്നു വന്ന വെള്ളം സകലതിനെയും മുക്കിക്കളഞ്ഞപ്പോൾ സ്തോത്രം നോഹയെയും തന്റെ കുടുംബത്തെയും ഉയർത്തി 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 അവൻ ഏറ്റവും വലിയ അരാരാത്ത് പർവ്വതത്തിന്റെ മുകളിൽ ഉറപ്പിച്ച എന്റെ തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുക. സ്തോത്രം. യേശു അപ്പച്ചനും ഇരുട്ടിലല്ലേ നമ്മെ ജനിപ്പിച്ചത്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. കാൽവരിയുടെ കൊലക്കളത്തിൽ പരമയാഗമായി തീർന്നവനെ ആരെയും വച്ചിട്ടില്ലാത്ത അരമത്തിക്കാരനായ യോസഫിന്റെ കല്ലറയിൽ വെച്ചു. അവന്റെ കല്ലറയ്ക്ക് മുഖത്ത് ഒരു വലിയ കല്ലുരുട്ടി വെച്ച് റോമൻ ഇമ്പീരിയൽ ഗവൺമെന്റിന്റെ മുദ്ര വെച്ചു. കല്ലറയ്ക്കുള്ളിൽ ഇരുട്ട. കല്ലറയ്ക്കുള്ളിൽ 1-ാം ദിവസം കല്ലറയുടെ ദിവസമാണ്, 2-ാം ദിവസം കല്ലറയെ ഉറപ്പിക്കുന്ന ദിവസമാണ്. പക്ഷെ 3-ാം ദിവസം കല്ലറയെ ഭേദിച്ചുകൊണ്ട് അവൻ ഒറ്റയ്ക്കല്ല വെളിയിൽ വന്നത്. നാമേ
തന്റെ സഭയുമായി പുറത്തേക്ക് വരിക. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. ഇരുട്ട് മൂടുമ്പോൾ ഭയപ്പെടരുത്, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഭയപ്പെടരുത്. അതിന്റെ മധ്യ ദൈവത്തിന് ചിലത് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. The creative power of the creator will work in the darkness. If you believe, say praise the Lord. ദൈവത്തിന്റെ കരം ചിലതിന് വേണ്ടി പ്രവർത്തിക്കുന്നു. പിതാവേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. റോസലി സിസ്റ്ററായി തന്റെ കുടുംബത്തിനായി സ്തോത്രം, തലമുറയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രി വചനം കേട്ട സകല അഭിഷിക്ത ജനത്തെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ I bless them in the mighty name of Jesus. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ റോസ് ഫാമിലി എഫ്ഇയിൽ കടന്നു വന്ന് ഒരിക്കൽ കൂടി വചനം പ്രസംഗിക്കുവാൻ ദേവദാസിയും ടീമും അനുവദിച്ച കൃപയ്ക്കായി സ്തോത്രം നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഞങ്ങളെ പ്രാർത്ഥിച്ചാട്ടെ. ആരും കടന്നു പോകാത്ത ഇരുൾ നിറഞ്ഞ മേഖലകളിൽ സുവിശേഷമായി കടന്നു പോകുന്ന ഒരു വലിയ ദൗത്യത്തിൽ ഞാൻ ആയിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും ചോദിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു അബണ്ടന്റ്ലി. ആമേൻ.